ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. അഥവാ നിങ്ങളും SBI രകത്ത് സീറോ ബാലൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡും കിട്ടും, നിങ്ങളെ UPI വന്നിട്ട് ഇനേബിൾ ആകും, അതേപോലെ നിങ്ങൾക്ക് ഒരു പാസ്ബുക്കും കിട്ടും. സോ അതിനെ എങ്ങനെ ചെയ്യേണ്ടത് നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക യോനോ SBI. സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ SBIന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാകും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതിനുശേഷം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണുന്ന ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോഴത്തെ സമയത്തിൽ കാണുമ്പോൾ നമ്മൾ SBI അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വളരെ ഈസി ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണുന്ന ഓപ്പൺ സേവിംഗ് അക്കൗണ്ട്, ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളെ ഫ്രണ്ടിൽ 4 സ്റ്റെപ്പുകൾ കാണിക്കുന്നുണ്ടാകും. ഈ വഴി നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ലെറ്റ് ബിഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമ്മളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് മൊബൈൽ നമ്പറാണോ നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്യാൻ നോക്കുന്നത് ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇവിടെ നിങ്ങൾ ആധാർ നമ്പറിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ KYC വന്നിട്ട് ഡിജിറ്റൽ ഇവിടെ ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമ്മൾ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ CKYC നമ്പറിൽ വരുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ CKYC നമ്പർ ചോദിക്കുന്നുണ്ടാകും. ഇപ്പോഴും ആ നമ്പർ നമ്മളിൽ കാണൂല, എന്നാലും നമുക്ക് ഓർമ്മയിൽ കാണൂല. അതുകൊണ്ട് നമുക്ക് ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അഥവാ നിങ്ങളെ റെക്കോർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫിച്ച് ആകും, അല്ലെങ്കിൽ ക്രിയേറ്റ് ആകും. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് വരുന്നതാണ് നമ്മൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾക്ക് വെർച്വൽ ID യൂസ് ചെയ്യുകയാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും. നമ്മളിവിടെ നമ്മളെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമ്മളെ ഫ്രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷന്റെ പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ നമുക്ക് ഐ ഹാവ് റീഡ് ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ എല്ലാവർക്കും അവരവരെ പെർമിഷൻസ് എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഏത് OTP വന്നിട്ടുണ്ടോ ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് പാൻ വെരിഫിക്കേഷന്റെ ഓപ്ഷൻ കാണിക്കും. ഇവിടെ എല്ലാവർക്കും അവരവരെ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അവരെ പാൻ കാർഡിന്റെ മുകളിൽ ഏത് പേരാ ഉള്ളത് ആ സെയിം നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എല്ലാം കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങളെ ഫ്രണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യേണ്ട പേജ് ഓപ്പൺ ആകും. ഇവിടെ നമുക്ക് ഐ ഹാവ് റീഡ് ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. സോ ഇതേപോലെ നമ്മളെ ആധാറും പാൻ വെരിഫിക്കേഷൻ വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽ ചോദിക്കുന്നുണ്ടാകും. അതിനുവേണ്ടി ഫസ്റ്റ് നമുക്ക് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ആധാറിൽ കിടക്കുന്ന പേര് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റിൽ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിങ്ങളെ രീതിയിൽ മെസ്സേജ് ആണോ മിസ്റ്റർ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ ഇമെയിൽ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങളെ ഇമെയിലിൽ നിങ്ങളെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും OTP വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനും ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങളെ ഇമെയിൽ ID. ഇവിടെ നമ്മൾ ഇമെയിൽ ID കൊടുക്കുമ്പോൾ തന്നെ സൈഡിൽ കാണാൻ പറ്റും വെരിഫൈ. നമ്മൾ വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളെ മെയിൽ IDയിൽ ഒരു OTP വന്നിട്ടുണ്ടാകും ഇമെയിൽ IDനെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നിങ്ങളെ മെയിൽ ബോക്സിൽ നിങ്ങൾക്ക് ഒരു OTP വന്നിട്ടുണ്ടാകും. SBI സൈഡിൽ നിന്ന് ഒരു മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ടാകും. ആ മെയിലിന് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ആ OTP നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇതേപോലെ നമ്മൾ കാണുമ്പോൾ നമ്മളെ ഇമെയിൽ ID വന്നിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നെക്സ്റ്റ് സെക്ഷൻ വരുന്നതാണ് നമ്മളെ ഫാദർ നെയിം മദർ നെയിം കൊടുക്കേണ്ടത്. അഥവാ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഇവിടെ സ്പൗസ് നെയിം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ നമ്മളിവിടെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്തതിനു ശേഷം അവരെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇനി ഒരു കാര്യം പറയാം, ഇവിടെ നിങ്ങൾ മാരീഡ് വുമൻ ആണെങ്കിൽ ഇവിടെ സ്പൗസ് എന്നൊരു ഓപ്ഷൻ മാത്രം കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ അഥവാ ആരെങ്കിലും ഡിഫിക്കൽട്ടി പേഴ്സൺ ആണെങ്കിൽ ഇവിടെ നമുക്ക് യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. എന്റെ കേസിൽ നോ ആണ്, സോ ഞാൻ നോ എന്ന് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളെ ഫ്രണ്ട് ഒരു ചില ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ടാകും. ഇവിടെ ഫസ്റ്റ് നമ്മൾ ഓക്യുപേഷൻ ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബിസിനസ്സിലാണോ സർവീസിലാണോ അതോ വേറെ ഏതെങ്കിലും ബിസിനസ്സോ ഏതെങ്കിലും പണി ചെയ്യുകയാണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓക്യുപേഷൻ സബ് ടൈപ്പ് കൊടുക്കണം. ഇവിടെ നിങ്ങൾ മുകളിൽ കൊടുത്തതിന്റെ കാറ്റഗറി റിലേറ്റഡ് ആയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഓക്യുപേഷൻ സബ് ടൈപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ അഥവാ നിങ്ങളെ പ്രൊഫഷണൽ ഒരു പേര് ഇവിടെ കാണില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അതർ പ്രൊഫഷണൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾ ആനുവൽ ഇൻകം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ ഇനി ഒരു കാര്യം ഞാൻ പറയാം, എല്ലാവരുടെ മനസ്സിലും ഒരു ഡൗട്ട് കാണും, എത്ര ആനുവൽ ഇൻകം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾ ആനുവൽ ഇൻകം എത്ര വേണമെങ്കിൽ കൊടുത്താലും നിങ്ങളെ അക്കൗണ്ട് ഇമ്പാക്റ്റ് ആകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്ര എമൗണ്ട് വേണമെങ്കിൽ നിങ്ങളെ അക്കൗണ്ടിങ് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് അതോ ഇൻകം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡോക്യുമെന്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിനുശേഷം നമുക്ക് സോഴ്സ് ഓഫ് ഇൻകമിൽ വരുമ്പോൾ ഇവിടെ നിങ്ങളെ ഇൻകം വന്നിട്ട് ഏത് റിലേറ്റഡ് ആയിട്ട് വരുന്നോ ഇതോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണോ, ഏതെങ്കിലും ജോബ് റിലേറ്റഡ് ആയിട്ടാണോ, അതോ സാലറിയിലൂടെ വരുന്നതാണോ, അല്ലെങ്കിൽ ഫാർമർ ആണെങ്കിൽ ഇവിടെ അഗ്രികൾച്ചർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സ്റ്റുഡന്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതർസ് ക്ലിക്ക് ചെയ്യാം. അതോ അവരെ ഫാമിലി ഇൻകം ആണെങ്കിൽ ഇവിടെ അതർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ വരുമ്പോൾ ഇവിടെ നിങ്ങൾ ഏതാണ് ക്വാളിഫിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാവർക്കും നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ വീണ്ടും ഒരു ചില ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ടാകും. ഇത് വന്നിട്ട് റെക്കമെൻഡഡ് ആണ് അതോ ഓപ്ഷണൽ ആണ്.
എന്നാലും നമുക്ക് ഈ ക്വസ്റ്റിനെ ഫിൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ മാരിറ്റൽ സ്റ്റേറ്റസിൽ നിങ്ങൾ മാരീഡ് ആണോ സിംഗിൾ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിലീജിയനിൽ വരുമ്പോൾ നിങ്ങൾ ഹിന്ദു ആണോ ക്രിസ്ത്യൻ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നിങ്ങൾ അക്കോർഡിംഗ് ഏത് റിലീജിയൻ ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കാറ്റഗറിയും സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾ ഏതാണ് സോഷ്യൽ കാറ്റഗറി ആണോ സെലക്ട് ചെയ്ത് കൊടുക്കുക. SC ആണോ OBC ആണോ ജനറൽ ആണോ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ അഡ്രസ് വന്നിട്ട് നമ്മൾ പെർമനന്റ് അഡ്രസ് ഇവിടെ കാണുന്നുണ്ടാകും. എന്താ വെച്ചാൽ നമ്മൾ ആധാർ കാർഡിൽ കിടക്കുന്ന ഓട്ടോമാറ്റിക്കലി ഇവിടെ അഡ്രസ് ഫിറ്റ് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ചില ഡീറ്റെയിൽസ് നമുക്ക് മാനുവലി സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിങ്ങളെ ഡിസ്ട്രിക്ട് ആയാലും താലൂക്ക് ആയാലും അതിനുശേഷം നിങ്ങളെ വില്ലേജ് ആണോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമ്മളെ വില്ലേജിന്റെ പേരും സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് കേൾക്കുന്നുണ്ടാകും അഥവാ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് വേറെ ഏതെങ്കിലും ഉണ്ടാവും ചോദിക്കുന്നുണ്ടാകും. അഥവാ നിങ്ങളെ ആധാർ കാർഡിൽ കിടക്കുന്ന അഡ്രസ്സിൽ നിങ്ങൾ ഇപ്പോൾ താമസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും അഡ്രസ് ഉണ്ടെങ്കിൽ അത് ഇവിടെ നമുക്ക് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എവിടെയാണോ നിങ്ങൾ താമസിക്കുന്നത് അതോ നിങ്ങൾ എവിടെയാണ് നിങ്ങളെ ATM കാർഡ് ഡെലിവറി ചെയ്യാൻ നോക്കുന്നത് അത് നമുക്ക് ഇവിടെ പുതിയതായിട്ട് കൊടുക്കാനും പറ്റും. അതേപോലെ എന്റെ കേസിലായാലും മോസ്റ്റ്ലി എല്ലാവരുടെ കേസിലായാലും ഒരേ സെയിം അഡ്രസ്സിൽ തന്നെ താമസം ഉണ്ടാകും. അതുകൊണ്ട് നമ്മളിവിടെ ടിക്ക് മാർക്ക് ചെയ്യേണ്ട. ഇവിടെ നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ നോമിനി കൊടുക്കണം. അപ്പോൾ ഇപ്പോഴത്തെ സമയത്തിൽ നമുക്ക് നോമിനി കൊടുക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാനും പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ സമയമൊന്നും എടുക്കൂല, ഒരു 2 മിനിറ്റ് ആവും. അതേപോലെ നിങ്ങൾ ആരെയാണോ പേര് കൊടുക്കാൻ നോക്കുന്നത് അവരെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങളെ ഫാദർ ആയാലും മദർ ആയാലും നിങ്ങളെ ബ്രദർ ആയാലും സിസ്റ്റർ ആയാലും അവരെ പേര് ഇവിടെ കൊടുക്കാം. നിങ്ങളിവിടെ കൊടുക്കുന്ന ആൾ വന്നിട്ട് നിങ്ങൾ എന്താണ് റിലേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളെ അക്കോർഡിംഗ് എന്താണ് റിലേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളിവിടെ കൊടുത്ത നോമിനിയുടെ ഏജ് വന്നിട്ട് 18 വയസ്സിന്റെ മുകളിലാണോ എന്ന് ചോദിക്കുന്നു. അഥവാ നോമിനിയുടെ വയസ്സ് 18 വയസ്സിന്റെ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയത്തിൽ ഗാർജിയന്റെ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യം വരും. എന്റെ ഇവിടെ നോമിനിയുടെ വയസ്സ് വന്നിട്ട് 18 വയസ്സിന്റെ മുകളിലാണ്. സോ ഞാൻ ഇവിടെ യെസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ ഇയർ മന്ത് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചാണ് വേണ്ടത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫസ്റ്റിൽ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കൊടുത്ത അഡ്രസ്സിലുള്ള ഏത് ബ്രാഞ്ചാണോ നിയറസ്റ്റ് ഉള്ളത് അത് ഓട്ടോമാറ്റിക് ഇവിടെ ഫിച്ച് ആയി വന്നിട്ടുണ്ട്. അഥവാ നിങ്ങൾക്ക് വേറെ ലൊക്കേഷനിലുള്ള ബ്രാഞ്ച് സെലക്ട് ചെയ്യണമെങ്കിൽ അഥവാ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫിച്ച് ആയി വന്ന ബ്രാഞ്ച് വന്നിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെ സ്ഥലത്തിന്റെ പേര് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളെ നിയറസ്റ്റിലുള്ള ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട് ഇവിടെ നമുക്ക് ഓപ്ഷൻസ് കാണിക്കും. അപ്പോൾ നിങ്ങളെ നിയറസ്റ്റിൽ ഏതൊക്കെ ബ്രാഞ്ചുകളുണ്ട് ഇവിടെ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ ഏത് ബ്രാഞ്ചാണോ നിങ്ങൾ ഹോം ബ്രാഞ്ചായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ബ്രാഞ്ച് വന്നിട്ട് ഇവിടെ സെലക്ട് ആയി വന്നു. ഇനി സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് കൊടുക്കണം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് നമ്മളെ ഡിക്ലറേഷൻ. ഇനി ഇവിടെ നിങ്ങൾ ഇന്ത്യയുടെ പുറത്ത് ഏതെങ്കിലും ടാക്സ് പേ ചെയ്യണില്ലെങ്കിൽ അപ്പോൾ ഈ 2 ഓപ്ഷനിൽ നമുക്ക് ഇനേബിൾ കൊടുത്തിരിക്കണം. ഇനി നെക്സ്റ്റ് നമുക്ക് ഡെബിറ്റ് കാർഡ് വേണം. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കുക. ഇവിടെ നിറയെ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ ഒരുപാട് പേര് ടിക്ക് ചെയ്ത് പോകും. ഇവിടെ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വന്നിട്ട് കിട്ടൂല. അഥവാ ആർക്കെങ്കിലും ഡെബിറ്റ് കാർഡ് വേണ്ടെങ്കിൽ മാത്രം തന്നെ ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കണം. അതോ വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് സർവീസ് ആവശ്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതോ ട്രാൻസാക്ഷനോ അതിന്റെ നോട്ടിഫിക്കേഷനിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ചോദിക്കുന്നുണ്ടാകും നിങ്ങൾ ഇത് സാലറി അക്കൗണ്ട് ആണോ? ഇല്ല, ഇത് നമ്മളെ സാലറി അക്കൗണ്ട് അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇവിടെ നമുക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡ് വെർച്വൽ ഡെബിറ്റ് കാർഡിന്റെ 2 ഓപ്ഷനുകൾ കാണിക്കും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ യൂസേഴ്സിന് ഈ പ്രാവശ്യം SBI വന്നിട്ട് ഈ പെർമിഷൻ കൊടുത്തിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന്റെ ആവശ്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിർബന്ധമായിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഈ കാർഡ് വന്നിട്ട് ഫ്രീ ആയിട്ട് ഇഷ്യൂ ആകുന്നതാണ്. പക്ഷേങ്കിൽ എല്ലാ വർഷവും ഇവിടെ നിങ്ങൾക്ക് 200 രൂപ പ്ലസ് GST വന്നിട്ട് ഈ ഫിസിക്കൽ ഡെബിറ്റ് കാർഡിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരും. അഥവാ നിങ്ങൾ വെർച്വൽ ഡെബിറ്റ് കാർഡ് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഇതിന്റെ അകത്ത് തന്നെ നിങ്ങളെ ഡെബിറ്റ് കാർഡ് വന്ന് ചേരും. ഇതിന്റെ നമ്പർ യൂസ് ചെയ്തിട്ട് അഥവാ നിങ്ങൾക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യണോ, GPay യൂസ് ചെയ്യണോ, ഫോൺ പേ യൂസ് ചെയ്യണോ, അഥവാ ഏതെങ്കിലും ഓൺലൈൻ പേയ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ആനുവൽ മെയിൻ്റെനൻസ് ചാർജ് ഇവിടെ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ഇതിൽ കിട്ടും. ബാക്കി ഇതിൽ ഇതും ബെനിഫിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ സെക്കൻഡറി ഡെബിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ അഥവാ നിങ്ങൾക്ക് കൂടുതൽ പൈസകൾ വിഡ്രോൾ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അതേപോലെ നിങ്ങൾക്ക് 5 ട്രാൻസാക്ഷൻ എല്ലാ മാസവും ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. സോ ഇതിന്റെ ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. എൻ്റെ ഇവിടെ നേരത്തെ 2 അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെർച്വൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ വെർച്വൽ ഡെബിറ്റ് കാർഡ് ഇവിടെ കാണുമ്പോൾ ഇവിടെ 3 വേരിയന്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ ഈ ഫെസിലിറ്റീസ് ഒന്നും കിട്ടൂലായിരുന്നു. നിങ്ങളെ ഇഷ്ടത്തിന് ഏത് വേരിയന്റ് സെലക്ട് ചെയ്യാൻ പറ്റൂലായിരുന്നു. ഇപ്പൊ നമുക്ക് കാറ്റഗറി ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഏത് ഡെബിറ്റ് കാർഡ് വേണോ, ഇവിടെ റൂപേ ആണോ, വിസ ആണോ, അതോ നിങ്ങൾക്ക് മാസ്റ്റർ കാർഡ് വേണമെങ്കിൽ ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മളെ ഫ്രണ്ടിൽ ഒരു സമ്മറി പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടാകും. നമ്മൾ ഇതുവരെ ഫിൽ ചെയ്ത എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ
ഒന്നും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ തെറ്റാണോ. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ടേംസ് ആൻഡ് കണ്ടീഷൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ പേജിനെ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഐ ഹാവ് റീഡ് ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിനു ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നതാണ് വീഡിയോ KYC. ഇപ്പൊ നമുക്ക് ഈ ഫെസിലിറ്റീസും കിട്ടിയിട്ടുണ്ട്. ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിലൊന്നും പോകാതെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഫിസിക്കലി ബാങ്കിൽ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പക്ഷെങ്കിൽ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വീഡിയോ വെരിഫിക്കേഷൻ നടക്കും. എന്ന് വെച്ചാൽ ഫോൺ കോളിലൂടെ നിങ്ങളെ ബാങ്കിന്റെ സ്റ്റാഫ് വന്നിട്ട് നിങ്ങളോട് കണക്ട് ചെയ്യും. നിങ്ങളോട് ഒരു ചില ക്വസ്റ്റ്യങ്ങൾ ചോദിക്കും. നിങ്ങൾക്ക് അതിനെ റെസ്പോണ്ട് ചെയ്യണം. അതേപോലെ നിങ്ങൾ വീഡിയോ KYC എപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ശാന്തമായിട്ടുള്ള ഒരു റൂമിൽ നമ്മൾക്ക് ഇരുന്ന് വീഡിയോ കോൾ ചെയ്യണം. എവിടെയാണ് സൗണ്ട് ഇല്ലാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെർച്വൽ വന്നിട്ട് ഈസി ആയിട്ട് കഴിയും. അതിന്റെ കൂടെ നിങ്ങൾ ഒറിജിനൽ പാൻ കാർഡ് നിങ്ങളെ കയ്യിൽ വെച്ചിരിക്കണം. എപ്പോഴെങ്കിലും അവർ ഷോ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ പേപ്പറും പെന്നും വെച്ചിരിക്കണം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സിഗ്നേച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറയും. അതിനുശേഷം നമുക്ക് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സ്റ്റാർട്ട് ജേർണി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൊക്കേഷന്റെ പെർമിഷൻ, മൈക്കിന്റെ പെർമിഷൻ എല്ലാം അലോ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ വേറെ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഇവിടെ KYC വന്നിട്ട് ഈ ഫോണിലൂടെ ചെയ്യാൻ പറ്റൂല. പിന്നീട് ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യത ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ എല്ലാ പെർമിഷൻസ് അലോ ചെയ്ത് കൊടുത്തു. സോ ഇനി നമ്മൾ ഇവിടെ കാണുമ്പോൾ നമ്മളെ കോൾ വന്നിട്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ബാങ്കിന്റെ അധികാരിയുടെ നമ്മളെ കോൾ കണക്ട് ആയി പോകും. പിന്നെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ചില ബേസിക് ക്വസ്റ്റ്യങ്ങൾ ചോദിക്കുന്നുണ്ടാകും. നിങ്ങളെ പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, പിന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് എന്തിനാ ഓപ്പൺ ചെയ്യുന്നു എല്ലാം ചോദിക്കും. നമുക്ക് പറയാം നമുക്ക് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്, നമുക്ക് സേവിങ് അക്കൗണ്ടിന് വേണ്ടിയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിന്റെ കൂടെ നിങ്ങളെ അക്കൗണ്ടിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടെന്നും കൂടെ എല്ലാം പറഞ്ഞു പോകും. അതിനുശേഷം നിങ്ങളെ പാൻ കാർഡ് ഷോ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് ഷോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങളോട് ഒരു സിഗ്നേച്ചർ ചെയ്യാൻ പറയും. അപ്പോൾ ഒരു പേപ്പറിൽ സിഗ്നേച്ചർ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എല്ലാം ഇവിടെ കഴിഞ്ഞ ശേഷം നമ്മളെ ഫ്രണ്ടിൽ ഇതേപോലെ ഒരു താങ്ക് യു മെസ്സേജ് വന്നിട്ടുണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോ KYC വന്നിട്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അതേപോലെ ഒരു കൺഗ്രാറ്റുലേഷന്റെ മെസ്സേജ് ഇവിടെ ഓപ്പൺ ആയി വന്നു. ഇവിടെ നിങ്ങളെ വീഡിയോ KYC കഴിയുമ്പോൾ ഇവിടെ കോൾ വന്നിട്ട് ഓട്ടോമാറ്റിക് ഡിസ്കണക്ട് ആകും. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങളെ ഫോണിൽ ഒരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങളെ അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങളെ കസ്റ്റമർ ID ഇവിടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങളെ ബാങ്കിന്റെ IFS കോഡ് ഇവിടെ കാണാൻ പറ്റും. ഈ ഓരോ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് മെസ്സേജിലോ അതോ ഇമെയിലോ സെൻഡ് ചെയ്തുണ്ടാകും. അഥവാ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ SBI വന്നിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ATM കാർഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ നിങ്ങൾ വെർച്വൽ ഡെബിറ്റ് കാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനോടെ കാണാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങളെ UPI എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഓപ്പൺ സേവിങ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നമ്മൾ അക്കൗണ്ട് വന്നിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ രജിസ്റ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇവിടെ സിം സെലക്ട് ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾ ഏത് സിമ്മിന്റെ ഫോൺ നമ്പർ ആണോ ഈ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തത് ആ നമ്പർ ഈ ഫോണിൽ ഉണ്ടാകണം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, നിങ്ങൾ രജിസ്റ്റർ മൊബൈൽ നമ്പർ ഈ ഫോണിൽ ഇല്ലെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ആ അക്കൗണ്ട് വന്നിട്ട് ആക്സസ് ചെയ്യാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ സിം വെരിഫിക്കേഷൻ നടക്കും. അതേപോലെ ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ സിം വന്നിട്ട് ആക്റ്റീവ് ആയിരിക്കണം. ഈ മെസ്സേജ് സെൻഡ് ചെയ്തതിനു ശേഷം നിങ്ങളെ ഫോണിൽ ഒരു പിൻ സെറ്റ് ചെയ്യാൻ പറയും. ഇനി ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ രീതിയിൽ ഒരു ഇഷ്ടമുള്ള പിൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. 4 ഡിജിറ്റ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന്റെ കൂടെ ഇവിടെ കൺഫേം പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ആ സെയിം പിൻ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ സെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങളെ ഫോണിൽ അഥവാ ഫിംഗർ പ്രിന്റോ അതോ ഫേസ് ID ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് ടൈം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലോഗിൻ ചോദിക്കും. പിന്നെ അടിക്കാണ്ട് നിങ്ങൾക്ക് ഫിംഗർ പ്രിന്റ് കൊടുത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇതേപോലെ നമ്മൾ ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലോഗിൻ ചെയ്തതിനു ശേഷം ഇവിടെ ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ചെക്ക് ബാലൻസിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ നിങ്ങൾക്ക് ആരെങ്കിലും പൈസ സെൻഡ് ചെയ്യണമെങ്കിൽ ഇവിടെ സെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നേരത്തെ നമ്മൾ UPI നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് UPI IDയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് UPI ID ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് കംപ്ലീറ്റ് പ്രോസസ്. അഥവാ നിങ്ങൾ SBIയിൽ നിങ്ങൾ അഥവാ പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അക്കൗണ്ട് വന്നിട്ട് ഓൺലൈനിലൂടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ബ്രാഞ്ചിലൊന്നും വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതേപോലെ നിങ്ങളെ ബാങ്ക് അക്കൗണ്ട് വന്നിട്ട് വീട്ടിലിരുന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീഡിയോ എടുക്കണം. ബൈ.